പോളി ഫ്രാൻസിസ് ചക്രമാക്കൽ. ആള് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബാച്ചിന്റെ 85 SSLC ബാച്ചിന്റെ പ്രസിഡന്റാണ് ഇപ്പോൾ. അതിനു മുന്നേ ഈ ബാച്ചായിട്ടുള്ള 35 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങള് പോളിയെ പരിചയപ്പെടുന്നത്. പോളിയായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് ഈ ഒരു ബാച്ചിലൂടെ ഞങ്ങൾക്ക് പോളിയായിട്ടുള്ള ഒരു ബന്ധം വന്നതിന് ശേഷമാണ്. പോളിയുടെ ജീവിതം, പോളി കലാ സാംസ്കാരിക അതുപോലെ തന്നെ നാട്ടിലെ പ്രശ്നങ്ങൾ, ഒപ്പം പുള്ളി കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയം. ഇപ്പൊ പോളിനെ സംബന്ധിച്ചിടത്തോളം പോളി ആം ആദ്മി പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി, MLA സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. തീർച്ചയായിട്ടും ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു അഭിമാനം തോന്നുന്ന ഒരു സമയവും സാഹചര്യമൊക്കെയാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പോളിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ കൂട്ടുകാരുടെ ഇടയിലാണെങ്കിൽ കൂട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നാലും ഓടി വരികയും അവരുടെ ആ ഒരു പ്രശ്നത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. മറ്റൊന്നും നോക്കാണ്ട് പോളി അതിൽ ഇടപെടും. അത് വേറെ ഒരു മുതലെടുപ്പും നോക്കിയിട്ടല്ല. അതാണ് പോളിനെ മറ്റുള്ള ആളുകളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് കാണുന്നതും പോളിയെ മനസ്സിലാക്കിയിട്ടുള്ളതും അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ്. എങ്ങനെ ഇപ്പോൾ ഈ ഇലക്ഷൻ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, പാർട്ടിയുടെ ഒരു കരുത്ത് അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു കുറവ്, ആ രണ്ട് തരത്തില് എന്തൊക്കെയാണ് കാണുന്നത്? കാരണം ഇപ്പൊ ആം ആദ്മി പാർട്ടി പോലെ ആം ആദ്മി പാർട്ടിയിലെ ഞാൻ കണ്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഒരു മനസ്സിൽ കയറിയ പാർട്ടിയാണ്. ചില മനസ്സിൽ കുറച്ച് നെഗറ്റീവ് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ മനസ്സിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കേസൊക്കെ തള്ളി ആ മനുഷ്യൻ്റെ ഒരു പൊട്ടിക്കരയുന്നത് ശരിക്കും ഇന്ത്യക്ക് വേണ്ടി പൊട്ടിക്കരയുന്നത്. ഇങ്ങനെ സ്വഭാവം കൊണ്ട് ഒരാൾ നല്ല രീതിയിൽ ഇന്ന് ഇന്ത്യ കാണുന്ന എഡ്യൂക്കേഷൻ സിസോദിയാണ്. അയാൾ 2-2.5 കൊല്ലത്തോളം അകത്താക്കി. നമ്മൾ നിസ്സാരമായിട്ട് ഇതില്ല. പിന്നെ അരവിന്ദ് കെജ്രിവാൾ പൊട്ടിക്കരഞ്ഞ അയാൾ ജയിലിൽ കിടന്നുകൊണ്ടല്ല, ഇവരെ പോലുള്ള ആൾക്കാർ 2-2.5 കൊല്ലത്തോളം സത്യേന്ദ്ര ജെയിനി ഇവരൊക്കെ ഇങ്ങനെ അകത്താക്കിയിട്ട്, സഞ്ജയ് സിംഗ് അങ്ങനെ കുറേ ആൾക്കാരെ അതിലാര് ഈ പാർട്ടി നശിക്കുന്ന വിചാരിച്ചേ. ഇതോടുകൂടിയിട്ട് അല്ല, ആ പേടി ഈ ബാധിച്ചില്ലെന്ന്. അപ്പോൾ നമ്മൾ സാബു പോയി മറ്റേ 2020 കിറ്റക്സ്. അപ്പോൾ അതിന് ചോദിച്ചപ്പോൾ അതുവരെ ആരും അറിഞ്ഞില്ല ഇദ്ദേഹത്തിന് ED ഉണ്ടെന്നുള്ളത്. ഒരാളറിഞ്ഞില്ല. എപ്പോഴറിഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അവൻ ED ഉണ്ടെന്ന് സമ്മതിച്ചു. അത്രേ ഉള്ളൂന്ന്. നമ്മൾ ഒരു കാര്യത്തിൽ ഇവിടെ EDനെ പേടിച്ചിട്ടൊന്നുമില്ല. ഇദ്ദേഹം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇവർ ഡൽഹി കഴിഞ്ഞിട്ട് വേറെ പൊളിറ്റിക്സ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ എന്നും പൊളിറ്റിക്സ് വാച്ച് ചെയ്യും. അപ്പോൾ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചേരുന്ന ഡൽഹി ഓക്കെയാണ്, ഒരു ആം ആദ്മി പാർട്ടിനെ സംബന്ധിച്ചോളം ഒരു ഇതല്ല, അത് കിട്ടി അവർ പിടിച്ചേക്കുന്നു. അല്ലെങ്കിൽ പഞ്ചാബ് പിടിച്ചപ്പോഴൊന്നും മനസ്സിലായി ഈ പാർട്ടിയുടെ ഉൾക്കരുത്ത് എന്താണെന്നുള്ളത്. മറ്റുള്ള പാർട്ടി പോലെയല്ല അന്ന്. അത് ഇവിടെ CPM മറ്റവരും പറയണ പോലെ ഒന്നുമല്ലേ. CPM ഇപ്പോൾ ഇന്ന് കേരളത്തിൽ അടുത്ത ആ ഒരു മൂവ്മെൻറ്റ് ഇവരെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പോലത്തെ അത് മറ്റുള്ള പാർട്ടി പോലെ അരവിന്ദ് കെജ്രിവാൾ ആകെ കൂടിയിട്ട് ആ 2020 സമയത്ത് എൻ്റെ ഒരു സമയത്ത് വന്നതാണ് ആകെ. പിന്നെ ആളൊരു ഉഴിച്ചിലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, അല്ലാണ്ട് ഓരോ ചികിത്സയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്താ പറയുക, നരേന്ദ്രമോദിയും മറ്റവരൊക്കെ ഒട്ടൊന്ന് പ്രാവശ്യം വന്നു പോകുന്നു. അദ്ദേഹം ഇതേപോലെ വന്ന് സ്ഥിരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് കേരളത്തിലേക്ക് ആൾ ഈ കുറ്റനായോട് കൂടിയിട്ടാണ് വരാൻ താല്പര്യപ്പെട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ പ്രചരണത്തിന് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചുള്ള ഇപ്പോൾ സീറ്റിൻ്റെ ചർച്ച നടന്നു. സീറ്റ് ചർച്ച ഞങ്ങളുടെ പാർട്ടിനെ സംബന്ധിച്ചുള്ള 3 പേരുകൾ കൊടുക്കണം. 3 പേര് ഓരോ മണ്ഡലത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ജില്ലയുടെ ബേസ് ചെയ്തെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്തിന് അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോ ജില്ലകളെ വെച്ചിട്ട് ഇവർ ഇപ്പോൾ മലപ്പുറത്ത് മീറ്റിംഗ് കൂടി പ്രഭാരി വന്നിട്ട്. അപ്പോൾ ഡോക്ടർ ഷെല്ലി ഒബ്രായൻ ഇവിടുത്തെ മേയറായിരുന്നു, ഡൽഹി മേയർ. ആ ഇതിൽ ഷെല്ലി ഒബ്രായി ഇത് ചെയ്തു. നമ്മുടെ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ചോദിക്കില്ല, സ്വാഭാവികമായിട്ട് ഒരു ചെറിയ ഇൻ്റർവ്യൂ നടത്തി പോയി. ഇപ്പോൾ കൂടെ മത്സരിക്കുന്ന ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും ഇവിടെ ലീഗും മനസ്സിലാക്കുന്ന ലീഗും CPM പിന്നെ BJP ആണ്. അവരുടെ ഒരു സ്ട്രെങ്ത് എങ്ങനെയാണ് പൊതുവെ ഒരു വിലയിരുത്തുന്നത്? അല്ല, ഞാൻ എൻ്റെ ഇത് പറയാം. നമ്മളൊരു പൊളിറ്റീഷ്യന്മാർ ഇപ്പോൾ എല്ലാവരും കണക്ക് കൂട്ടണത് എന്ന് പറഞ്ഞാൽ 3 പാർട്ടിയുടെ വോട്ട് ഏകദേശം ഇപ്പോൾ അവർക്കറിയാം. 50,000 ആൾക്ക് 60,000 അല്ലെങ്കിൽ 40,000 അങ്ങനെ ഒരു കാൽക്കുലേഷൻ. ഇതൊരു കാൽക്കുലേഷൻ ഇല്ലാത്ത പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ഞങ്ങൾക്കും ഇല്ല, മറ്റുള്ള പാർട്ടികൾക്കും കാൽക്കുലേഷൻ. ഇലക്ഷൻ മത്സരം അതിൻ്റെ മുന്നേ ഞങ്ങളിപ്പോൾ മുനിസിപ്പാലിറ്റി മത്സരിച്ചപ്പോൾ ഇവർ നോക്കുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ കോൺഗ്രസ് മത്സരിച്ച ആളാണ് 2 പ്രാവശ്യം. ഈ 2 പ്രാവശ്യം മത്സരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കെതിരെ ആഞ്ഞടിക്കുന്നു,
നമ്മളാണെന്ന് വെച്ചാൽ CPM കുത്ത സ്ഥലത്ത് മത്സരിക്കുന്നു, നമ്മൾക്ക് എതിരെ ആഞ്ഞടിക്കും. ഇപ്പം ഞാൻ വിചാരിച്ചു ഇത് പാർട്ടിയിലും ശത്രു മത്സരിക്കും, ഇത് പാർട്ടിയിൽ ശത്രു ഒന്നുമില്ല, ഒരു ശത്രു ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മനസ്സിൽ വിചാരിക്കുമ്പോൾ പല വീട്ടിലും തലേദിവസമൊക്കെ വിളി വന്നു തുടങ്ങി. ഓളി നിനക്ക് വോട്ട് ചെയ്യണ്ട, അപ്പം എന്തുണ്ട് ആ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ഒന്നുമില്ല. ഇത് തിരിച്ചു പറയാനുള്ള പാർട്ടി സ്ട്രെങ്തോ അണികളുടെ സ്ട്രെങ്തോ നമുക്കില്ല, നമ്മളവരെ ബോധിപ്പിക്കാനുള്ളതില്ല, സമയമില്ല, ഒക്കെ എല്ലാം കൊണ്ടും ഇതില്ല. അപ്പം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇത് നമ്മളെ കുറിച്ചിട്ട് ഇത് BJP ആണ്. അപ്പം അവർ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇത് നാഷണൽ പാർട്ടിയാണ്, BJP ഞങ്ങളുടെ പാർട്ടിക്കുള്ള വോട്ട് കുറഞ്ഞാല പെട്ടെന്ന് ഇതാവില്ല, ന്യൂസ് ആവില്ല. അതാന്ന് തോന്നുന്നുണ്ട്. എന്നോട് പലരും വിളിച്ചിട്ട് പോലെ എന്നിട്ട് അവരാണ് നമ്മുടെ വോട്ടിൽ ഇത്ര വോട്ട് കിട്ടുന്നത് കണക്കുകൊണ്ടാണ്, നമുക്ക് ഇല്ലാത്ത കാലിലാണ് അവർ കാലിലാണ്. എന്നുവെച്ചാൽ അവർ അത്ര സ്റ്റഡി ചെയ്തിട്ട് ഓരോ വീട്ടിലിരുന്ന് ബാക്കി ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്താലും നമുക്ക് ഞാൻ ഞെട്ടിപ്പോയി ഈ സംഭവത്തിൽ. ദേശീയ തലത്തിൽ അങ്ങനെ അപ്പം നോക്കുമ്പോൾ എനിക്ക് മാത്രമല്ല അത്, ഞങ്ങൾ മനസ്സിലായി എല്ലാ സ്ഥലത്തും ഇതേ ഭാഷയാണ്. ഞാൻ ഈ പാർട്ടിയിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്ഷേമ പെൻഷനൊക്കെ പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും അത് ചെയ്ത് കാണിക്കണം. കാരണം മറ്റുള്ളവരെ പോലെ കുറച്ച് നാൾ ചെയ്തിട്ട് മാറില്ല. ഇപ്പോൾ ഓരോ ദിവസം പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരിക. ഇപ്പോൾ വികസനം ഭയങ്കര മുരടിക്കും, അങ്ങനെ ക്ഷേമം കൊടുത്തല്ല. ഈ പറഞ്ഞ ക്ഷേമം എല്ലാവരും ഏറ്റെടുത്തില്ലേ? BJP മറ്റേ ഇത് ആരെ കൊണ്ടുവന്നേ? ഈ ഇന്ത്യയില് കാണിച്ചു കൊടുത്ത സംസാര രീതി പോലും ആരെ കാണിച്ചു കൊടുത്തേ? അവിടുത്തെ ഇത് ഫണ്ട് മറ്റവനെ പറ്റിച്ചും വരെ ഇത് ചെയ്തിട്ടല്ലേ. പിന്നെ ഓഫീസിൽ കൃത്യസമയത്ത് ടൈം പഞ്ച്വാലിറ്റിയിൽ വർക്ക്. ഇപ്പോൾ ഒരു പാലം പണി, ഇപ്പം ഞാൻ ചുരുക്കം കൊടുത്ത ഗുരുവായൂരത്തിൽ കഥ പറയാം. ഇവിടെ ഗസ്റ്റ് ഹൗസ് പണിത് എൻ്റെ അതിൻ്റെ ഇതുണ്ട്. മറ്റേ അബ്ദുൽ ഖാദർ ഒരു പോസ്റ്റിട്ടുണ്ട്, അബ്ദുൽ ഖാദർ ഇറങ്ങി പോണ നേരത്തൊരു പോസ്റ്റുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഒരു 70-80% പണി കഴിഞ്ഞിട്ടുണ്ട്. ആ ബിൽഡിങ് 80% മേലെ പണി കഴിഞ്ഞിട്ടുണ്ട്. 2000 ഇപ്പോൾ 5 കൊല്ലത്തിന് മേലെയില്ലേ, ഇപ്പോൾ എത്ര 25, അപ്പോൾ ഒരു 2021 ആളൊരു പോസ്റ്റ് ഇട്ടുണ്ട്, ഇത് വെറും 6 മാസത്തിന് പണി കഴിയും, ഞാനിങ്ങനെ ഇതാവുകയാണ് എന്നൊക്കെ പറഞ്ഞു. അന്ന് 25 കോടി രൂപയ്ക്ക് പണി കഴിയുമെന്ന് പറഞ്ഞ സാധനം 31,95,00,000 അത്ര കണ്ട് പറഞ്ഞാൽ 7 കോടി ഡിഫറൻസാണ്. 7 കോടി വ്യത്യാസത്തിലാണ് പണി കഴിഞ്ഞേക്കണേ. ഇപ്പോൾ ഇവിടെ മേൽപ്പാലം പണിതു. എനിക്ക് അക്ബറിൻ്റെ വർക്കിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര അഭിപ്രായമുള്ള ആളാണ്. പണ്ടല്ല എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ആൾക്കാർ പറയാം ഈ മേൽപ്പാലെങ്കിലും വന്നില്ലെന്ന്, അറ്റ്ലീസ്റ്റ് സർവീസ് റോഡെങ്കിലും എടുക്കുമ്പോൾ എന്തായാലും എടുക്കണം. 10 മീറ്റർ 20 മീറ്റർ 30 മീറ്റർ എത്ര ഒരു സ്ഥലത്ത് എടുക്കണമെന്ന് വിചാരിച്ചാൽ ഓരോ മീറ്ററും കൂടി വിടുത്ത് വന്നു കഴിഞ്ഞാൽ ആ റോഡിൻ്റെ എന്തായാലും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോളീനെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ നാടക സംഘം ഈ പ്രളയം ഉണ്ടായ സമയത്ത് ചിത്രം വരച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഗുരുവായൂർ നമ്മൾ അത് സംഘടിപ്പിക്കുകയും ചെയ്തു. നമ്മൾ ഗുരുവായൂർ IMS സ്ക്വയറിൽ നമ്മൾ എല്ലാവരെ കൊണ്ടും കലാകാരന്മാരെ കൊണ്ടൊക്കെ ചിത്രം വരപ്പിച്ച് ആ ചിത്രം ലേലം വിളിച്ച് കിട്ടുന്ന പൈസ പ്രളയബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കണ്ടായി. ആ സമയത്ത് പോളി ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ നാടക സംഘമായിട്ട് ചേർന്ന് ആ ഒരു പ്രവർത്തനത്തിന്, ആ ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കുകയും വേണ്ട ആളുകളെയൊക്കെ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തന്നാണ്. അന്ന് പോളീനിയായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ബാച്ചിൻ്റെ ബന്ധം ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള പോളിയുടെ ഇടപെടലുകൾ നാടിന് നന്മയുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും അതിലിടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ് പോളി. അത് ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ എപ്പോഴും പോളിയേറ്റിനെ വളരെ പേഴ്സണലി അറിയണോണ്ട് എനിക്ക് പലപ്പോഴും വിഷമം കണ്ടു കഴിഞ്ഞാൽ അതിൽ മുന്നും പിന്നും നോക്കാണ്ട് ചാടിയത്. ഇപ്പം കോവിഡിൻ്റെ സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ കോവിഡിൻ്റെ സമയത്ത് മാസ്ക് കിട്ടാല്ല. അങ്ങനെ ഈ തിരുപ്പൂരിൽ നിന്ന് തുണി അടിച്ചിട്ടാണ് മാസ്ക് ആദ്യം വന്നിരുന്നത്. ഇപ്പൊ കാണുന്ന ഈ മാസ്ക് ഒന്നല്ല, അന്ന് ആ മാസ്കിന് 650 വിലയുണ്ട്. ആ സമയത്ത് ഞാൻ മറ്റേ മാസ്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് 22-ാം വാർഡ് അന്നത്തെ 22 മാണിക്കത്തെ പണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ കാശക്കൻ്റെ കോൺഗ്രസ് പാർട്ടിയുടേതും അതുപോലെ തന്നെ കരുണാകരൻ സ്റ്റഡി സെൻറ്റർ അത് വെച്ചു. ഞാനിപ്പോൾ മറ്റേ വാട്സപ്പിൽ പോസ്റ്ററൊക്കെ സെറ്റ് ചെയ്തു. മറ്റേ സിനിമ നടൻ മറ്റേ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം വെച്ചിട്ട് ആ കോളനിന്ന് ഉദ്ഘാടനം വെച്ചിട്ട് ഞാനത് വിതരണം ചെയ്തു. എനിക്ക് ഭയങ്കര എഫക്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ കൊടുത്ത് നോക്കുമ്പോൾ ഒരു ഗൾഫുകാരൻ്റെ വീട്ടിൽ അപ്പോൾ ഒരു 5 ദിവസം പിടിച്ചുട്ടാ
പിന്നെ ഞാൻ ഒറ്റയ്ക്കും വേറെ ഒരുത്തനെ സഹായിയായിട്ട് ഒരുത്തനെ വെച്ചിട്ട് പോയി. അതിൻ്റെ വലിയ കവറിൽ ആ ദിവസം നടക്കാവുന്ന ഏരിയയുള്ള ഇത് പിടിക്കണം. ഇത്ര കവറല്ലേ. ഒരു വീട്ടിലേക്ക് 3 ഇതും പിന്നെ ആ വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 2 കവർ അങ്ങനെ ഞാൻ അത്രയും കവറായിട്ട് ഇങ്ങനെ പോകും. ഒരു വീട്ടിൽ വൈകിട്ട് രാത്രി ആവാറായി. അപ്പോഴാണ് ഏരിയ കണ്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം കൊണ്ടോ മറ്റേ ഏരിയ കിടക്കാൻ വിചാരിച്ചത്. ആ വീട്ടിൽ ആ ചേട്ടൻ ഗൾഫിൽ നിന്ന് വിളിച്ചിരുന്നു, പോളി മാസ്കായിട്ട് വരും എന്നുള്ളത്. ഞാൻ എന്നെ ഞെട്ടിപ്പോയില്ല. നിങ്ങൾ ആലോചിക്കണ വലിയൊരു കോടീശ്വരൻ്റെ ഗൾഫുകാരൻ്റെ വീട്ടിൽ പോയിപ്പോണ്ട്. അപ്പോൾ ഇത് പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇത് പ്രതീക്ഷിച്ച് അവർക്ക് കിട്ടാനില്ല, കിട്ടാത്ത സാധനം എത്തിച്ചു കൊടുക്കുകയാണ്. തറവാടിൻ്റെ അടുത്തുള്ളൊരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട്, ഞാൻ അറിയണ കുട്ടിയാണ്, ചോദിച്ചു മോൾക്ക് പഠിക്കണം, ഒരു ഫോണ് തരാൻ പറ്റും, മറ്റേ സ്ക്രീനുള്ള മറ്റേ ഫോൺ. അപ്പോൾ ഞാൻ നേരെ തറവാട്ടിൽ വിളിച്ചു, ഇതാ വല്ല ഫോൺ ഇരിക്കണമെങ്കിൽ ആ ഉള്ള വീട്ടിൽ കൊടുക്കണം. അപ്പോൾ പറഞ്ഞു എൻ്റെ കയ്യിലില്ല, മറ്റേ വേറെ അനിയൻ അവൻ്റെ കയ്യിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അവൻ്റെ വീട്ടിൽ ചോദിച്ചപ്പോൾ ഫോണുണ്ട്, അത് റിപ്പയർ ചെയ്യാൻ എന്താ കേടുന്ന് അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കണം. അപ്പോൾ ഈ ഫാമിലി ശരിക്കും പറയാൻ വെച്ചാൽ CPM ഫാമിലിയാണ്, ഞാനൊരു കോൺഗ്രസ്സുകാരാണ്. ഇത് കേൾക്കണ ഒരു BJPക്കാരാണ്, പഴയ ഒരു RSകാരൻ എൻ്റെ ഓഫീസിലുണ്ട്. അപ്പോൾ അവൻ ചോദിച്ചു എന്താ വിളി ഇതെന്ന്. അപ്പോൾ ഫോൺ ഇങ്ങനെ കേസാണ്. എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നത് പെട്ടെന്ന് സ്റ്റക്കായിപ്പോൾ എനിക്ക് ഫോണിൽ കണ്ടാൽ പറ്റില്ലല്ലോ, അവന് ബിസിനസ്സാണ്, പറ്റില്ല. അതുകൊണ്ട് സ്റ്റക്കായിട്ടുണ്ട്, എന്താ അതിന് കംപ്ലൈൻ്റ് എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ജോഷി ഒന്ന് കംപ്ലയിൻറ്റ് ചെയ്യണം, അവൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഒരു റിപ്പയർ ചെയ്യാൻ ഇത് വേണ്ടി വരും. അപ്പോൾ ഇവൻ ഫോൺ കൊടുന്നപ്പോൾ എന്നോട് പറഞ്ഞു 33,000 രൂപയുടെ ഫോണായിട്ട് പോളിയെ കൊടുത്തോ. എന്താ വെച്ചാൽ എനിക്ക് എന്താ കംപ്ലയിൻറ്റ്, എന്തായാലും ഞാൻ പുതിയ ഫോൺ വാങ്ങി, ഇങ്ങനത്തെ ഒരു ആവശ്യമില്ല, വീട്ടിൻ്റെ ആവശ്യമില്ല, കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ ഞാൻ റിപ്പയർ ചെയ്യാൻ കൊടുത്തപ്പോൾ അതിൻ്റെ ബില്ല് അതിൽ വെച്ചിട്ടുണ്ടാവേ 43,000 രൂപയാണ്, 33,000 കൂടി അല്ല. അത് നോക്കുമ്പോൾ ചെറിയൊരു ലൈനുള്ളൂ, ഒരു കുത്തി. അവൻ പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു അത് കുഴപ്പമില്ലോ, കുത്തി ക്ലിയർ ആയില്ലോ എന്ന് ഈ സാധനം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ തരണ ആളെ ഫോട്ടോ എടുക്കും, ഞാൻ വാങ്ങണം ഞാൻ ഫേസ്ബുക്ക് എഴുതി. അങ്ങനെ ആൾക്കാർ ഫോൺ ആവശ്യക്കാർ ഇങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെ കൊടുക്കും, ഞാൻ ഫേസ്ബുക്ക് എഴുതി അങ്ങനെ കൊടുക്കേണ്ടത് അറിഞ്ഞു. അങ്ങനെ ഫോൺ തരാൻ ഇഷ്ടംപോലെ ആൾക്കാർക്ക്. എനിക്ക് ഒരു 10 ഫോൺ ഞങ്ങളുടെ ബാച്ച് ഇത് ചെയ്യും. അപ്പോൾ TV ഇതേപോലെ തന്നെ റിപ്പയർ ചെയ്യേണ്ട ക്ലാസ്മേറ്റ് അവൻ പറഞ്ഞ് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തത്, പാർട്സ് കാശ് തന്നാൽ മതി പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ പുതിയ TV. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എൻ്റെ ബാച്ചൊക്കെ വെച്ചാൽ 2,000 രൂപ ചിലപ്പോൾ നമ്മളുണ്ടാ ഞാൻ 2,000 രൂപ ഉണ്ട്, നിങ്ങൾ ഇടയിട്ട് 3 TV കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഇടണ്ടേ. അത് ഇടുമ്പോൾ അവർ വരും. അങ്ങനെ 5,900 6,200 TVയുടെ വിലയായിരുന്നത്. അപ്പോൾ 2 TV 3 TV ബാച്ചിൻ്റെ വക, അല്ലെങ്കിൽ മറ്റേ സിംഗിളായിട്ട്. എന്നെ ഒരുത്തൻ ഉദ്ഘാടനത്തിന് വിളിച്ചു. ഞാൻ പറഞ്ഞല്ലേ MP MLA വിളിച്ചിടാന്നു, 2 TV കൊടുക്കണം, അവൻ 3 TV 2 TV കൊണ്ട് കൊടുക്കും, എനിക്ക് പോളി മതി എന്ന് പറഞ്ഞു. വേറെ ഒന്നുമില്ലേ അവൻ്റെ TV അവൻ പറഞ്ഞു. അപ്പം പറഞ്ഞില്ല ഇങ്ങനെ വല്ലവരും വിളിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അതുപോലെ പോളീനെ ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് ഞങ്ങളിൽ തന്നെ ഞങ്ങളുടെ ഒരു സഹപാഠി മരണപ്പെട്ടു പോവുകയും, അപ്പോൾ ബാച്ച് ഒന്നടങ്കം അവനൊരു വീട് പണിത് കൊടുക്കുക എന്നുള്ളൊരു സാഹചര്യം. അപ്പോൾ ബാച്ചിൻ്റെ സഹകരണത്തോടു കൂടി പണിയുന്ന ആ ഒരു ഭവനത്തിന് പണിക്ക് പോളിയുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പോളി വെള്ള ഷർട്ടിട്ട് വെള്ള മുണ്ടൊക്കെ ഇട്ട് പോളി ഒരിക്കലും ഒരു പണിയെടുക്കണ ഒരാളായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊന്നും ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പോളി ഇങ്ങനെ കാര്യങ്ങൾ പറയും, പക്ഷെ അന്നാണ് ഞങ്ങൾ ആ ഒരു സമയത്താണ് പോളി ഇത്രമാത്രം ഇത്തരം കാര്യങ്ങളിൽ പോളി ആത്മാർത്ഥമായിട്ട് സഹകരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പോളി രാവിലെ നേരെ എല്ലാവരും വരുന്നതിന് മുൻപ് പോളി വന്ന് താബൂക്ക് എടുത്ത് വെക്കാനും പണിയാനും അതിനു വേണ്ട എല്ലാ സാഹചര്യത്തിലും പോളി ഫുള്ളായിട്ട് അവിടെ ആ ഒരു വീട് പണിയുടെ സമയത്ത് നമുക്ക് കൂട്ടായിട്ട് എല്ലാവരോടൊപ്പം പോളി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വലിയ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് ഈ ഞാൻ ഇലക്ഷൻ അഭിമുഖീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്ര കാലത്ത് പൊതുപ്രവർത്തനം, എൻ്റെ പാർട്ടി എനിക്ക് ഒരു സീറ്റ് തരികയാണെങ്കിൽ ആ സീറ്റ് ഇതേപോലത്തെ സീറ്റ് കിട്ടാൻ ഇപ്പോഴത്തെ കാലത്ത് ഗുരുവാരനെ പോലത്തെ ഒരു ചെറുപ്പക്കാരൻ്റെ ഇതിൽ സാധാരണ ഒരു ഇതിൽ സീറ്റ് പെട്ടെന്ന് MLA സീറ്റ് മറ്റേ വാർഡൊക്കെ നമ്മളാണ് നിശ്ചയിക്കണേ. ഒരു MLA സീറ്റ് നിശ്ചയിക്കണ ഡൽഹിയിൽ നിന്ന് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞാലും വരണമെന്നൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഗുരുവാരെ സംബന്ധിച്ചോളം സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ആനോട്ടത്തിനൊക്കെ എൻ്റെ ലിഗ്മെന്റ് കാലിന് പോയില്ല, ഫുട്ബോൾ കളിച്ചിട്ടൊക്കെ ലിഗ്മെന്റ് പോയില്ല. പണ്ട് ആ നേരത്തെ ഓർമ്മിച്ചില്ല എന്നുള്ള, അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ ഓടി
ഓടാന്ന് നമ്മള് ആനയുടെ മറ്റുള്ള വെറുതെ തമാശക്കുള്ള ഓട്ടല്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ലിഗ്മെന്റ് ഒക്കെ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഓർമ്മിച്ചില്ല എനിക്ക് സംഭവിച്ചു. ഞാൻ പിന്നെ എല്ലാ മതത്തിന്റെ ഇതിലിപ്പോ നമുക്ക് ഇന്ന മതം വെച്ചിട്ടൊന്നുമല്ല. പിന്നെ അത് എൻ്റെ വീട്ടുകാരുടെ ജീവിതം. പിന്നെ നമ്മളൊരു ഗുരുവായൂർക്കാരനല്ല. ഗുരുവായൂരിന്റെ മണ്ണിന് നമ്മൾ എവിടെ പോയാലും അത് ഇനി എനിക്ക് ഞാൻ സംഘടനാ പ്രവർത്തനമായിട്ട് കേരളം മൊത്തം ഓടിയാണ്. കോട്ട കൺസൾട്ടിൻ്റെ റിയൽ എസ്റ്റേറ്റിൻ്റെ സംഘടനാ പ്രവർത്തനമായിട്ടോ കേരളം മൊത്തം ഓടിയും. നമ്മൾ സംസാരിക്കുമ്പോൾ ഗുരുവായൂർക്കാരനാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങി. അപ്പം തന്നെ അത് മുസ്ലിമോ ഹിന്ദു ക്രിസ്ത്യനൊന്നുമില്ല, നമുക്ക് വന്ന കൈ തരും. ഈ ഗുരുവായൂർ എവിടെയാന്ന് ചോദിക്കും. ഞാൻ ഇപ്പോഴും അവസാനമായിട്ടും പറയണം, എനിക്കിഷ്ടപ്പെടാത്ത രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അത് ടി.എൻ. പ്രതാപനാണ്. അതെന്ന് വെച്ചാൽ അയാൾ വേറൊന്നും എന്നോട് ഇതില്ല. അത് ഒരു ഈ മെയിൽ തട്ടിയതൊന്നുമല്ല പൊളിറ്റിക്സ്. എനിക്ക് അതിലിഷ്ടപ്പെട്ട ഒരാളായിട്ട് മാധവൻ. ഞാൻ ഇന്ന് മാധവേട്ടനെ കാണാൻ പോയി ഹോസ്പിറ്റലിൽ. അങ്ങനത്തെ പൊളിറ്റീഷ്യൻ ഇഷ്ടമുള്ള ആൾക്ക് മാധവേട്ടനെ പലർക്കും ഇഷ്ടമില്ല. എന്താ സംഭവം ഇഷ്ടപ്പെടാത്ത തുറന്നു പറയും. ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല കാഴ്ചപ്പാടാവും. ചെയ്യണ കാര്യം പെർഫെക്റ്റായിട്ട് ചെയ്യും. നമ്മളിപ്പോൾ പ്രകടനപത്രിക ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഇറക്കിയില്ല ആടി ഇതായിട്ട് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്, അല്ലാണ്ട് വെറുതെ പറയല്ല. ഇന്ന് ആം ആദ്മി പാർട്ടി ക്ഷേമ പെൻഷനും മറ്റതും മറിച്ചതും എന്തൊക്കെ പറയുന്നു കഴിഞ്ഞാൽ പ്രകടനപത്രിക പറഞ്ഞു. ആ സ്ഥാനത്ത് എന്തൊക്കെ പറഞ്ഞു അത് നടപ്പാക്കണ ആരേ നമ്മുടെ എല്ലാവരെയും നിർദ്ദേശം ചോദിച്ചിട്ടുണ്ട്. പൊതുജനത്തിന് നിർദ്ദേശം എടുത്തിട്ടുണ്ട്. എല്ലാം എടുത്തിട്ടൊന്നും തയ്യാറാക്കുമ്പോൾ അതിപ്പോൾ അവരെന്താണ് തയ്യാറാക്കി വരുന്നത്. നമ്മൾ കുറച്ച് 100 എടുക്കണമെന്നില്ലല്ലോ, ലിമിറ്റ് ഉണ്ട്. അവിടെ നിന്നൊക്കെ ചോദിച്ചിട്ട് സമിതിയാണ് ഭയങ്കര. ഞാൻ പറഞ്ഞില്ലേ ആ കാര്യത്തിലൊക്കെ അത്രയും ഇതിലാണെന്ന്. അവര് നമ്മൾ കാണുന്ന പ്രശ്നമൊന്നുമില്ല. അവരത്ര ക്വാളിഫൈഡ് ആണ് ഈ കാര്യത്തിൽ. അവർക്ക് രീതിയുടെ കുറവുണ്ടാവും. ഈ പറഞ്ഞ അപ്പൊ എല്ലാവിധ വിജയാശംസകളും. സൂപ്പർ ആവട്ടെ.